ഹായ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് മാർക്കറ്റ് ഇത്രയധികം ഇപ്പോൾ ഇടിയുന്നു എന്നാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയുടെ മൂവ്മെൻറ്റ് എത്തരത്തിലായിരിക്കും എന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സെൻസെക്സ് ഇടിഞ്ഞത് 1.84%, നിഫ്റ്റി ഇടിഞ്ഞത് 1.54%. അതായത് ഇന്ത്യൻ ഓഹരി വിപണി ഒരു മാസത്തിനിടയിലെ ഏറ്റവും മോശം ആഴ്ച രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. സെൻസെക്സിൽ കൂടുതൽ നഷ്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ അതിൽ എറ്റേണലാണ് മുന്നിൽ നിൽക്കുന്നത്. 8% മുകളിൽ ഇടിഞ്ഞു. ടെക് മഹീന്ദ്ര 6.86% ഇടിഞ്ഞു. ഭാരതി എയർടെൽ 5%-നോടടുത്തും. ട്രെൻഡ് 4.61%, ITC 4%-മാണ് ഇടിഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ ഇടിഞ്ഞ സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് റിയാലിറ്റി ആയിരുന്നു. 4.86% ഇടിഞ്ഞു. പിന്നീട് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചതുപോലെ IT 4% ഇടിഞ്ഞു. ടെലികോം 3.78%, പ്രൈവറ്റ് ബാങ്ക്സ് 1.66%, ഫിനാൻഷ്യൽ സർവീസസ് 1.41%. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നേരിട്ട് ചാർട്ടിലേക്ക് പോവാം. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ ഈ ഒരു ഡിസെൻഡിങ് ചാനൽ പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതിൻ്റെ ലോവർ എൻഡ് ടച്ച് ചെയ്തിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ഇനി ഡൗൺ സൈഡിൽ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതായി വരുന്നത്. ഇനി തിങ്കളാഴ്ച ഒരുപക്ഷെ നല്ലൊരു ഫോളൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയും പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാവാൻ സാധ്യതയുള്ളത് ഡൗൺ സൈഡിലെ ഈ ഒരു സോൺ തന്നെയാണ്. ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ച തന്നെ നിഫ്റ്റിയിൽ ഒരു പുൾ ബാക്ക് ലഭിച്ച ഒരു സോണും ഇത് തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു സോണിൻ്റെ അപ്പർ എൻഡിൽ നിന്നും ഒരു പുൾ ബാക്ക് ലഭിക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സോണിനുള്ളിൽ വന്നതിന് ശേഷം ഒരു റിവേഴ്സൽ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇനി നിഫ്റ്റിയുടെ ആക്ടിവിറ്റി എത്തരത്തിലായിരിക്കും എന്നതിൻ്റെ ചില സാധ്യതകളാണ് നമ്മൾ പറഞ്ഞത്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റിയുടെ ആക്ടിവിറ്റി നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിഫ്റ്റി ഇപ്പോൾ കൂടുതൽ പ്രഷറിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 5 കാരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ആഗോള ജിയോ പൊളിറ്റിക്കൽ സമ്മർദ്ദങ്ങൾ തന്നെയാണ്. ആദ്യത്തേതായി നമുക്ക് പറയാനുള്ളത് US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ഫലമില്ലാതെ അവസാനിച്ചു. കൂടാതെ യുദ്ധത്തിലേക്കും കടന്നിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ വൻ സൈനിക ആക്രമണമാണ് ഇന്നലെ നടത്തിയത്. പെൻറ്റഗൺ ഇതിനെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ആണവ പദ്ധതി കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നത്. ഏതായാലും വ്യോമഗതാഗതം താറുമാറായി. എണ്ണ വിപണിയിലേക്ക് വന്നാൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വീണ്ടും ആഗോള എണ്ണ വിപണികളുടെ ശ്രദ്ധാകേന്ദ്രമായി. നിരവധി ഓയിൽ കമ്പനികൾ കപ്പൽ ഗതാഗതം മാറ്റിവെച്ചു. ഏതായാലും വലിയൊരു ഗ്യാപ് ഡൗൺ ഒക്കെ നാളെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു പോയിന്റായിട്ട് പറയാനുള്ളത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെയും DISൻ്റെയും ആക്ടിവിറ്റിയെക്കുറിച്ചാണ്. വെള്ളിയാഴ്ചയും FIIs സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള 8 മാസങ്ങളായിട്ട് FIIs സെല്ലിങ്ങിൽ തന്നെയാണ് ക്യാഷ് മാർക്കറ്റിലുള്ളത്. കൂടാതെ ഫെബ്രുവരി മാസത്തിൽ പലതവണ FIIs ബൈയിങ്ങിലേക്ക് തിരികെ വന്നെങ്കിലും പിന്നീട് വീണ്ടും സെല്ലിങ്ങിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ മാസം അവസാനം കാണാൻ കഴിഞ്ഞത്. ഇനിയുള്ള ഒരു ഗ്ലോബൽ ആക്ടിവിറ്റി പരിശോധിച്ച് കഴിഞ്ഞാൽ S&P 500 കഴിഞ്ഞ ആഴ്ച 0.44% ഇടിവാണ് ഉണ്ടാക്കിയത്. ടെക് ഹെവി ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് ഏകദേശം 1%-അടുത്തും ഇടിയുകയുണ്ടായി. ഇതുകൂടാതെ ജപ്പാൻ മാർക്കറ്റ് നിക്കി 4%-നോട് അടുത്ത് നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റായിട്ട് പറയാനുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു ക്രൂഡ് ഓയിൽ സംബന്ധിച്ചിട്ടുള്ള ചില ആശങ്കകൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായി വരികയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള മിഡിൽ ഈസ്റ്റ് ടെൻഷൻ കാരണം ക്രൂഡ് ഓയിൽ വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രൂപയ്ക്ക് സമ്മർദ്ദം കൂട്ടുകയാണ്. അതായത് റുപ്പിക്ക് സമ്മർദ്ദം കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. വിദേശ നിക്ഷേപകർ പുറത്തു പോകുന്നതിനുള്ള മറ്റൊരു കാരണം കൂടി ഈ ക്രൂഡ് ഓയിലുണ്ടായ വില വർധനവ് തന്നെയാണ്. ഇനി ഫിസ്ക്കൽ ഡെഫിസിറ്റിനും ഇത് പ്രശ്നം തന്നെയാണ്. ഇന്ത്യയെ പോലുള്ള ഓയിൽ ഇമ്പോർട്ടിംഗ് രാജ്യങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില വർധനവ് വലിയൊരു നെഗറ്റീവായിട്ടുള്ള ഫാക്ടർ തന്നെയായിട്ട് നമുക്ക് കാണേണ്ടി വരും. ഇതൊക്കെയാണ് ഇപ്പോൾ നിഫ്റ്റി ഇടിയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും. ഇനി വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റിയുടെ ഒരു ആക്ടിവിറ്റി എത്തരത്തിലായിരിക്കും എന്ന് നമ്മൾ ചാർട്ട് ബേസ് ചെയ്തിട്ടും പറഞ്ഞതാണ്. ഇത് ഞങ്ങളുടെ ഒരു എഡ്യൂക്കേഷണൽ വ്യൂ മാത്രമാണ്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.